രാഹുൽ ഗാന്ധിയുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ പൊളിച്ചെടുക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ബി.ജെ.പി. എം.പി. നിഷികാന്ത് ദുബെ. രാഹുലിന്റെ ഓരോ വിദേശ യാത്രകളും രാജ്യത്തെ ജനങ്ങൾ തന്നെ സംശയത്തോടെയാണ് കാണുന്നത്. ഇതെല്ലാം കഴിഞ്ഞ ദിവസം അക്കമിട്ട് പാർലമെന്റിൽ ബി.ജെ.പി. നേതാവ് ചോദിച്ചിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ ബി.ജെ.പി. എം.പി. നിഷികാന്ത് ദുബെ വലിയ വിമർശനം തന്നെ ഉന്നയിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയെ തുഗ്ഡേ സംഘത്തിന്റെ നേതാവെന്ന് വിളിച്ച അദ്ദേഹം അധികാരത്തിനായി ഇന്ത്യയെ വിഭജിക്കാൻ കോൺഗ്രസ് എംപിമാർ തയ്യാറെടുക്കുകയാണോ എന്ന് ചോദിച്ചിരുന്നു. ഇതിനു പുറമെ അധാർമികമായ പെരുമാറ്റം ആരോപിച്ച് രാഹുൽ ഗാന്ധിയെ പുറത്താക്കണമെന്നും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്ന് ആജീവനാന്തം വിലക്കണമെന്നും നിഷികാന്ത് ദുബെ ലോക്സഭാ സ്പീക്കറോട് ആവശ്യപ്പെട്ടിരുന്നു. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് അധികാരം നേടുന്നതിനായി ഇന്ത്യയെ വിഭജിക്കാൻ ഗൂഢാലോചന നടത്തുകയാണോ എന്ന് എഴുതി ലോക്സഭാ സ്പീക്കർക്ക് സമർപ്പിച്ച തന്റെ പ്രസക്തമായ പ്രമേയത്തിന്റെ പകർപ്പ് നിഷികാന്ത് ദുബെ എക്സിൽ പങ്കിട്ടു. സോറോസ് ഫോർഡ് ഫൗണ്ടേഷൻ, തുഗ്ഡേ സംഘത്തിന്റെ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർക്കെതിരായ എന്റെ ആരോപണങ്ങളാണിവ. ഇക്കാര്യത്തിൽ ലോക്സഭാ സ്പീക്കറിൽ നിന്ന് ഒരു ചർച്ചയ്ക്ക് ഞാൻ അനുമതി തേടിയിട്ടുണ്ടെന്ന് അദ്ദേഹം തന്റെ നോട്ടീസിൽ ആരോപണങ്ങൾ വ്യക്തമാക്കി. പാർലമെന്റിൽ അടുത്തിടെ നടത്തിയ പ്രസംഗത്തിനിടെ രാഹുൽ ഗാന്ധി നടത്തിയ അധാർമികമായ പെരുമാറ്റം അന്വേഷിക്കാൻ ഒരു പ്രത്യേക പാർലമെന്ററി അന്വേഷണ സമിതി രൂപീകരിക്കണമെന്ന് സ്പീക്കർക്ക് അയച്ച കത്തിൽ ദുബെ സഭയോട് ആവശ്യപ്പെട്ടു. ഭരണഘടനാ ഉത്തരവാദിത്തം ചൂണ്ടിക്കാട്ടി രാജ്യത്തെ ഉള്ളിൽ നിന്ന് അസ്ഥിരപ്പെടുത്തുന്ന ഒരു ഗുണ്ടകളുടെ സംഘത്തിന്റെ പ്രധാന ഭാഗമാണ് കോൺഗ്രസ് നേതാവെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. രാഹുൽ ഗാന്ധി തന്റെ ചെലവേറിയ വിദേശ യാത്രകൾക്ക് ധനസഹായം നൽകുന്ന കുപ്രസിദ്ധമായ ഫോർഡ് ഫൗണ്ടേഷന്റെ സജീവ അംഗമാണെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം കഴിഞ്ഞ വർഷം ജർമ്മനി സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജോർജ് സോറോസ് സംഘത്തിലെ ഒരാളെയല്ല നിരവധി പേരെയാണ് കണ്ടത്. ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപനം നടത്തിയ ജോർജ് സോറോസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരൻ ലോകത്തെമ്പാടും നിരവധി NGO സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന വ്യക്തിയാണ്. ജോർജ് സോറോസിന് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് എന്ന സമാന്തര അധികാര ശൃംഖലയുമായി അടുത്ത ബന്ധമുണ്ട്. വിവിധ മൂന്നാം ലോക രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിച്ച് തങ്ങൾ പറയുന്നത് അനുസരിക്കുന്ന പാവ സർക്കാരുകളെ അധികാരത്തിൽ കയറ്റുന്ന ശക്തിയാണ് ഡീപ് സ്റ്റേറ്റ്. ഇന്ത്യയിൽ മോദി അട്ടിമറിച്ച് പകരം രാഹുൽ ഗാന്ധിയെ ഭരണം ഏൽപ്പിക്കുക എന്നതാണ് ഡീപ് സ്റ്റേറ്റിന്റെ പ്രഖ്യാപിത നയം. പാർലമെന്റിൽ നിർണായക ബിൽ പാസാക്കുന്ന നാളുകളിലാണ് രാഹുൽ ഗാന്ധി ജർമ്മനി സന്ദർശിച്ച് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന ജോർജ് സോറോസിന്റെ സംഘടനയുമായി ബന്ധമുള്ള ഇന്ത്യയെ വിമർശിക്കുന്ന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന സംഘടനാ പ്രതിനിധികളെ ജർമ്മനിയിൽ കണ്ടത്. ജർമ്മനിയിൽ പോയ പ്രതിപക്ഷ നേതാവ് ഇന്ത്യക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന പ്രഖ്യാപനം നടത്തുന്നതിന് പകരം ജർമ്മനിയിലെ മണ്ണ് ഇന്ത്യയെ വിമർശിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഉപയോഗിച്ചത്. ഇന്ത്യയിലെ ഉൽപാദനം മെല്ലെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിൽ ആഭ്യന്തര കലാപം നടക്കും. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മോദി സർക്കാരും ചേർന്ന് വോട്ടുകൾ മോഷ്ടിക്കുന്നു തുടങ്ങിയ ഇന്ത്യക്കും അവിടുത്തെ മോദി സർക്കാരിനുമെതിരെ രാഹുൽ ഗാന്ധി രാജ്യദ്രോഹപരമായ പ്രസ്താവനകൾ നടത്തിയത് ജോർജ് സോറോസ് സംഘടനകളുടെ തീരുമാനപ്രകാരമായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.